ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ 18ാം സീസൺ ആവേശകരമായി പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ടീമുകളെല്ലാം ശക്തമായി മത്സരിക്കുന്നതോടെ പോരാട്ടം ആവേശകരമായി മാറിയിരിക്കുകയാണ്. മുംബൈ ഇന്ത്യൻസ്, ചെന്നൈ സൂപ്പർ കിങ്സ് എന്നീ വമ്പൻ ടീമുകൾ അല്പം പിന്നോട്ട് പോകുന്നതാണ് ഇത്തവണ കാണുന്നത്. ഈ സീസണിലും പതിവ് തെറ്റിക്കാതെ ചില യുവതാരങ്ങൾ പ്രതീക്ഷ നൽകി വളർന്നു വരുന്നുണ്ട്. ഇപ്പോൾ ഇന്ത്യൻ ടീമിലേക്ക് എത്താൻ സെലക്ടർമാർ കൂടുതൽ പരിഗണിക്കുന്നത് IPL പ്രകടനമാണ്. അതുകൊണ്ട് തന്നെ IPL ശോഭിക്കാനാണ് യുവതാരങ്ങൾ എല്ലാം ശ്രമിക്കുന്നത്. നിലവിലെ ഇന്ത്യൻ ടീമിലെ ഒട്ടുമിക്ക താരങ്ങളും IPL വളർന്നു പേരെടുത്തവരാണ്. ജസ്പ്രീത് ബുംറ, ഹാർദിക് പാണ്ഡ്യ, രവീന്ദ്ര ജഡേജ, അശ്വിൻ, സഞ്ജു സാംസൺ തുടങ്ങി കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ഇന്ത്യൻ ടീമിലേക്ക് എത്തുന്ന താരങ്ങളെല്ലാം IPL മികവ് കാട്ടിയവരാണ്. എന്നാൽ IPL സ്ഥിരത കാട്ടി ഇന്ത്യൻ ടീമിലേക്ക് വളരുക എന്നത് എളുപ്പമല്ല. പല താരങ്ങളും വൺ സീസൺ വണ്ടറുകളായി മാറുന്നതും ചരിത്രത്തിലേക്ക് നോക്കുമ്പോൾ കാണാനാവും. ഇത്തവണ ആദ്യ റൗണ്ടുകളിൽ കയ്യടി നേടിയ യുവതാരങ്ങളിൽ പലരും വൺ സീസൺ വണ്ടറുകളായി മാറാനാണ് സാധ്യതയുള്ളത്. ഇത്തരത്തിൽ വലിയ ഭാവി പറയാൻ സാധിക്കാത്ത യുവതാരങ്ങളിൽ ആദ്യത്തേത് വിഘ്നേഷ് പുത്തൂർ ആണ്. ഇത്തവണ ടൂർണമെന്റ് പുരോഗമിക്കവേ ഏറ്റവും കൂടുതൽ കയ്യടി നേടുന്ന താരങ്ങളിൽ ഒരാൾ വിഘ്നേഷ് പുത്തൂരായിരുന്നു. ഇടം കയ്യൻ ചൈനാമാൻ സ്പിന്നർ മുംബൈ ഇന്ത്യൻസിനൊപ്പമാണ്. കേരളക്കാരനായ വിഘ്നേഷ് കേരളത്തിനായി പോലും കളിച്ചിട്ടില്ല. എന്നാൽ മുംബൈ പോലൊരു ചാമ്പ്യൻസ് ടീമിലേക്ക് വിളി എത്തുകയായിരുന്നു. അപൂർവമായി മാത്രം കാണുന്ന ചൈനാമാൻ ബൗളിംഗ് ശൈലിയാണ് വിഘ്നേഷ് പുത്തൂരിന്റേത്. അതുകൊണ്ട് തന്നെ താരം വലിയ താരമായി മാറുമെന്ന പ്രതീക്ഷ ആരാധകർക്കുണ്ട്. കളിച്ച മത്സരങ്ങളിലെല്ലാം ഭേദപ്പെട്ട പ്രകടനം നടത്തിയെങ്കിലും വലിയ ഇമ്പാക്ട് സൃഷ്ടിക്കുന്നവനാണെന്ന് പറയാനാവില്ല. വിക്കറ്റ് നേടാൻ സാധിക്കുമ്പോഴും റൺസ് വിട്ടുകൊടുക്കുന്ന കാര്യത്തിൽ വിഘ്നേഷ് പിശുക്ക് കാട്ടുന്നില്ല. വലിയ ഭാവി വിഘ്നേഷിന് അവകാശപ്പെടാൻ സാധിച്ചേക്കില്ല എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. വൺ സീസൺ വണ്ടറായി താരം ഒതുങ്ങാനാണ് സാധ്യത കൂടുതൽ. മറ്റൊരാൾ സൺറൈസേഴ്സ് ഹൈദരാബാദ് ഇത്തവണ കൊണ്ടുവന്ന യുവതാരങ്ങളിൽ ഏറ്റവും പ്രതീക്ഷ നൽകിയിരുന്ന അനികേത് വർമ്മയാണ്. വമ്പൻ അടികൾ കാഴ്ചവെക്കാൻ ശേഷിയുള്ള മധ്യനിര താരമാണ് അനികേത്. 6 മത്സരത്തിൽ നിന്ന് 141 റൺസ് നേടാൻ അനികേതിന് സാധിച്ചിട്ടുണ്ട്. അതിവേഗത്തിൽ റൺസ് ഉയർത്താൻ കഴിവുള്ള താരം ഇന്ത്യൻ ടീമിലേക്ക് വളരാൻ കെൽപ്പുള്ളവനാണെന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ. മിന്നും ഫീൽഡിംഗിൽ കാഴ്ചവെക്കാനും അനികേതിന് കഴിവുണ്ട്. എന്നാൽ ഇന്ത്യൻ ടീമിലേക്ക് വരാൻ കെൽപ്പുള്ളവനാണ് അനികേത് വർമ്മ എന്ന് പറയാനാവില്ല. അതിന് കാരണം മികച്ച സാങ്കേതികത താരത്തിന് അവകാശപ്പെടാനാവില്ല എന്നതുകൊണ്ടാണ്. കൈക്കരുത്തിന്റെ മികവിൽ ചില മികച്ച പ്രകടനങ്ങൾ നടത്തിയെങ്കിലും ഇത് സ്ഥിരതയോടെ കാഴ്ചവെക്കാൻ അനികേതിന് സാധിച്ചിട്ടില്ല. നിലവിലെ പ്രകടനങ്ങൾ വിലയിരുത്തുമ്പോൾ വൺ സീസൺ വണ്ടറായി മാറാൻ സാധ്യതയുള്ള താരമാണ് അദ്ദേഹം. ഇത്തവണ മുംബൈ ഇന്ത്യൻസിനൊപ്പം അരങ്ങേറ്റ മത്സരത്തിൽ തന്നെ കളിയിലെ താരമായ പേസറാണ് അശ്വിനി കുമാർ. ഇടം കയ്യൻ പേസർ ആദ്യ മത്സരത്തിൽ തന്നെ 4 വിക്കറ്റുകൾ നേടിയിരുന്നു. എന്നാൽ പിന്നീടുള്ള മത്സരങ്ങളിൽ പ്രതീക്ഷിച്ച പ്രകടനം നടത്താൻ അശ്വിനി കുൽക്കർണിക്കായിട്ടില്ല. മികച്ച ലൈനും ലെങ്തും അവകാശപ്പെടാൻ യുവതാരത്തിന് സാധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ അശ്വിനി കുൽക്കർണി വലിയ ഭാവിയുള്ള താരമാണെന്ന് ഇപ്പോൾ പറയാനാവില്ല. വൺ സീസൺ വണ്ടറായി അശ്വിനി മാറാനാണ് കൂടുതൽ സാധ്യത.